ഹായ്. നമ്മൾ ഏതെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലോ, അല്ലെങ്കിൽ നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലോ, എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലേ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടീം ലീഡറിൻ്റെ അടുത്തോ മാനേജറിൻ്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവാറുണ്ട്. ഇത് ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാൻ കഴിയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമോ ഉള്ളത് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മളെ ടീം മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞാലോ, അല്ലെങ്കിൽ ടീം ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞാലോ ഈ പ്രൊജക്റ്റിനെ ബാധിക്കുമോ ഉള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ആ ഒരു കോൺവെർസേഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ഡിലേ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതേപോലത്തെ കോൺവെർസേഷൻ മാറ്റും തോറും അതും ഡിഫിക്കൽട്ടായിട്ട് വരും. ആ പ്രൊജക്റ്റും നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ട് വരുമ്പോൾ ലാസ്റ്റ് ഡെഡ്ലൈൻ എത്തുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഇഷ്യൂസ് വരും. അപ്പോൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസിലെല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ആദ്യം മുന്നേ റിപ്പോർട്ട് ചെയ്യുകയും ആദ്യം മുന്നേ തന്നെ അവരായിട്ട് കോൺവെർസേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാനുള്ളതും അതിനുള്ള സൊല്യൂഷൻസും നമ്മൾ ആദ്യം തന്നെ ബെറ്ററായിട്ട് കോൺവെർസേഷനിലൂടെ നമുക്കത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുകയും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കേസിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കോൺവെർസേഷനെല്ലാം എല്ലാവരും സിമ്പിളാക്കുക, ഡിലേ ചെയ്യാതെ ബെറ്റർ ആക്കിയിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.